ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ. കാരണം ഷോർട്സിൽ ഇതെനിക്ക് കൊള്ളിക്കാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ബീഫ് വറുത്തരച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഞാനൊരു 3/4 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പകുതി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊരു സ്പൂണ് നന്നായിട്ട് ചതച്ചത്, അത് അങ്ങനെ പേസ്റ്റായിട്ടാണ് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പഴുത്ത തക്കാളി, ഞാൻ തക്കാളി ആദ്യം ചേർക്കാൻ മറന്നായിരുന്നേ. അതിന് ശേഷം രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു തക്കാളിയും ചേർത്ത് അത് നമുക്ക് ആവശ്യത്തിന് വേവിച്ചെടുക്കാം. പല ബീഫിനും പല വേവാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. അരമുറി തേങ്ങ നമുക്ക് അടുപ്പിൽ വെച്ച് അതും വറുത്തെടുക്കുക. ആ സമയത്ത് നമുക്ക് പൊടികളൊക്കെ എടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ. അരച്ച് ഇത് ആറിയതിന് ശേഷം അരയ്ക്കാവുള്ളൂ കേട്ടോ. ഇത് ചൂടോട് കൂടിയല്ല, ആറിയതിന് ശേഷം അരച്ചെടുക്കാം. ഞാൻ പൊടികളൊക്കെ ചേർത്ത് എടുക്കുകയാണിപ്പം. അതിനുശേഷം നമുക്ക് നന്നായിട്ടത് വറുത്തെടുത്ത് ആറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരേ സെയിം റെസിപ്പി തന്നെ, ഒന്നെങ്കിൽ ഫ്രൈ ആയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ പെരളനായിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നതിലും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് ഇടയ്ക്ക് ടേസ്റ്റ് മാറി കഴിക്കുകയും ചെയ്യാം. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത് കഴിക്കുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാം ഇങ്ങനെയൊക്കെ. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മളത് ആറാൻ വെച്ചിരിക്കുകയാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കടുക് തന്നെയാണ് ഇട്ട് പൊട്ടിക്കുന്നത്. അതിനുശേഷം ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 10-15 ചുവന്നുള്ളിയും പിന്നെ ഒരു 2 സവാള അതരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അത് സമയത്ത് നമുക്ക് ബാക്കി പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരുമിച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ ഉപ്പ് ചേർക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ബീഫിന് ഉപ്പ് കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. ചിലർക്ക് ഉപ്പ് കുറവ് മതി, ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം. അപ്പം നമ്മളുടെ ആ ഒരു ഉപ്പിൻ്റെ കണക്കനുസരിച്ച് പകുതി ആദ്യം ചേർത്ത് പകുതി അതിനുശേഷം സവോളയിലും ചേർക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ എല്ലാം വഴന്ന് വന്നപ്പോൾ ഞാൻ ആ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് അരപ്പും അഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. അരപ്പൊഴിച്ച് കൊടുത്ത് മിക്സിയുടെ ജാറും കഴുകി ഒഴിച്ചു. ഞാൻ കണ്ടോ അങ്ങനെ ഇരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. കാരണം എല്ലാം ഒന്ന് അങ്ങോട്ടൊന്ന് മിക്സായി എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഞാൻ കുറച്ച് പച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ യമ്മി ആയിട്ടുള്ള കറി റെഡിയാവും. ഇതൊരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് എടുക്കണമാണ്. നല്ലൊരു ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരത്തിന് ശേഷം എടുക്കുക. അപ്പോൾ ഈ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ കുറച്ചും കൂടി ഒരു നീണ്ടല്ലേ ഇരിക്കണേ. അപ്പം കുറച്ചൊരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ടത് കുറുകി വരും. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.